പക്ഷെ അത് കുറ്റപ്പെടുത്തുന്ന രീതിയിലാകരുത്. എന്ന് പറഞ്ഞാൽ ദൈവാലയത്തെ അവഹേളിക്കുന്ന രീതിയിൽ. ദൈവാലയത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവം വസിക്കുന്ന സ്ഥലം. ദൈവം എല്ലായിടത്തും വസിക്കുന്നില്ലേ? പിന്നെ പള്ളി പോയി പ്രാർത്ഥിച്ചെങ്കിലേ ദൈവം അവിടെ ഉള്ളോ? ദൈവാലയത്തിന്റെ പ്രത്യേകത എന്താണ്? അത് തന്നെ വീണ്ടും പറഞ്ഞു, ദൈവം വസിക്കുന്ന സ്ഥലം. ശരിയാണ്, ദൈവം വസിക്കുന്ന സ്ഥലം. ദൈവാലയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ദൈവ സാന്നിധ്യം ഒരിക്കലും വിട്ടുപോവാത്ത സ്ഥലത്തിന്റെ പേരാണ് എന്ത്? ദൈവാലയം. അച്ഛൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ, ഒരശുദ്ധി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ദൈവ സാന്നിധ്യം വിട്ടുപോകും. പക്ഷെ എന്തെല്ലാം സംഭവിച്ചാലും ഇവിടെ ഞാൻ ഉണ്ട് എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് എന്ത്? ദൈവാലയം. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ദൈവാലയം എന്ന് പറയാം. അത് അച്ഛൻ വെറുതെ പറയുന്നതല്ല. അതായത് ഇസ്രായേൽ ജനത്തിന്റെ ഇത് സാന്ദർഭികമായിട്ട് വന്നതുകൊണ്ട് പറയുകയാണ് കേട്ടോ. ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോ അതായത് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നമ്മൾ കണ്ടറിയാം. നമ്മൾ എങ്ങനെ ദൈവാലയം പണിയണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അറിയോ? നമ്മൾ എങ്ങനെ ദൈവാലയം പണിയണം? നമ്മളൊരു വലിയ ദൈവാലയം എവിടെയെങ്കിലും പണിയുന്ന സമയത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കര ചീത്തവിളി കേൾക്കാം, അല്ലേ? പുൽക്കൂട്ടിൽ വസിച്ച കർത്താവിന് ഇവിടെ ഈ മണിമാളികയിൽ വസിക്കാൻ സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞ് വലിയ തെറിയൊക്കെ വയ്ക്കും. ഭയങ്കര തെറി. അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ മേലെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ അടിക്കും. ദൈവാലയം എങ്ങനെയാണ് പണിയേണ്ടതെന്നാ കർത്താവ് പറയുന്നറിയോ? മനുഷ്യന്റെ അവസ്ഥ എന്താണോ അതിനനുസരിച്ചുള്ള ദൈവാലയം പണിയണം. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് ഒന്നുമില്ല. ഇസ്രായേൽ ജനം ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്, ഒന്നുമില്ല, അവർക്ക് ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ്. അപ്പൊ കർത്താവ് പറയും, നിങ്ങളൊരു 12 കല്ല് അടുക്കി വെച്ചിട്ട് അവിടെ ബലിയർപ്പിക്കണം. അപ്പൊ നിങ്ങളിൽ നിന്ന് ദൈവസാന്നിധ്യം വിട്ടുപോയാലും ഇവിടെ ഞാൻ ഉണ്ടാവും, ഇവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവർക്കൊന്നുമില്ലാത്ത അവസരത്തിൽ വെറുതെ ഇരിക്കുന്ന 4 കല്ലടുക്കി വെച്ചിട്ട് കർത്താവ് പറയും, ഇവിടെ ഞാൻ ഉണ്ടാവും. അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ അടുത്തുനിന്ന് ചില സമയങ്ങളിൽ ദൈവസാന്നിധ്യം വിട്ടുപോകും. അപ്പം അവർ ഓടി ഇവിടെ വരും. ഈ കല്ലിന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ കർത്താവ് പറയും, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിട്ടുപോയത്? നിങ്ങൾ ഇന്ന കള്ളത്തരം കാണിച്ചു, ഇന്ന കാരണം കൊണ്ടാണ്, നിങ്ങൾ ഇതിന് ഇന്ന പരിഹാരം ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കും. അവിടെ ദൈവസാന്നിധ്യം ഉണ്ട്. പിന്നീട് ഇസ്രായേൽ ജനം നടന്നു പോകുമ്പോൾ അവര് കൂടാരങ്ങൾ അടിച്ച് താമസിക്കുമ്പോൾ, അല്ല അതിന് മുമ്പുണ്ട്, ഇസ്രായേൽ ജനം ഇങ്ങനെ നടന്നു പോകുന്ന ചില സ്ഥലത്ത് തമ്പടിച്ച് താമസിക്കും. അപ്പോൾ കർത്താവ് പറയുന്നത്, ആ കാണുന്ന മല അതെൻ്റെതാണ്, ആ മല എൻ്റെതാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ ആ മലയിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ഇവിടെ നിന്ന് സാന്നിധ്യം വിട്ടുപോയാലും ആ മലയിൽ എന്തുണ്ട്? ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇസ്രായേൽ ജനം പിന്നെ കൂടാരം അടിച്ച് താമസിക്കും. അപ്പോൾ കർത്താവ് പറയും, എനിക്കും വേണം കൂടാരം. ആ കൂടാരത്തിന്റെ പേരാണ് സമാഗമ കൂടാരം. മനസ്സിലായോ? ഇസ്രായേൽ ജനത്തിന് സ്വത്തായി. ഇസ്രായേൽ ജനം സ്വർണ്ണമൊക്കെ കൊള്ളയടിച്ചു, ഒത്തിരി സ്വത്ത് ഉണ്ടായ സമയത്ത് കർത്താവ് പറയും, ഇനി ഇങ്ങനെ ഡൂക്കിൽ പരിപാടി പറ്റുകയില്ല, എനിക്കൊരു സാക്ഷ്യ പേടകം ഉണ്ടാക്കണം, അല്ലേ? അത് വെറുതെ പരിപാടിയല്ല, ആ ലോകത്തിൽ ഏറ്റവും നല്ല മരം, ആ മരം കൊണ്ട് ഉണ്ടാക്കി അതിന് മുകളിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞ് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കണം എൻ്റെ സാക്ഷ്യപേടകം. അവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ഇസ്രായേൽ പാളയത്തിൽ നിന്നൊക്കെ ദൈവസാന്നിധ്യം വിട്ടുപോകുമ്പോഴും കർത്താവ് വസിക്കുന്ന ഈ സ്ഥലത്ത് ദൈവസാന്നിധ്യമുണ്ട്. അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അരുളപ്പാട് കൊടുക്കും. ഇവിടെ ഇടുന്നുണ്ടോ? ഇസ്രായേൽ ജനത്തിന് സ്ഥലമായി, അവർക്ക് വീടുകളായി, അവർക്ക് കൊട്ടാരങ്ങളായി. കർത്താവ് പറയും, എനിക്കും ഉണ്ടാക്കണം ഒരു കൊട്ടാരം. അതിന്റെ പേരാണ് ജെറുസലേം ദേവാലയം. എന്ന് പറഞ്ഞാൽ ജനം എങ്ങനെ വസിക്കുന്നോ ആ വസിക്കുന്ന രീതിയിലുള്ള ദൈവാലയം ഉണ്ടാക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനത്തോടൊപ്പം അവരുടെ അവസ്ഥയിൽ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ആര്? ദൈവം. ഒരു പാവപ്പെട്ട ജനത താമസിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് കൊണ്ടുവന്നൊരു ഭയങ്കര മണിമാളിക പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ദൈവാലയം എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, ഇത് എൻ്റെ ആലയമല്ല. എന്നാൽ കർത്താവ് അനുഗ്രഹിച്ച് സമ്പത്തൊക്കെ തന്നിട്ടുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു കൂനാച്ചിപ്പര ഉണ്ടാക്കി വെച്ചിട്ട് കർത്താവ് പുൽത്തൊഴുത്തി വസിച്ചാൽ ഇവിടെ കടന്നോളും എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, എനിക്ക് മനസ്സിലിടാന്ന് പറയും. കാരണം നിന്റെ വേസ്റ്റ് അല്ല തമ്പുരാന് വേണ്ടത്, നിന്റെ വേസ്റ്റ് അല്ല കർത്താവിന് വേണ്ടത്, നിന്റെ ഏറ്റവും നല്ലതാണ് അവന് കൊടുക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും മനോഹരമായ ഭവനം ഏതാണോ അതിനേക്കാൾ മനോഹരമായിരിക്കണം ഏത്? നിന്റെ ദൈവാലയം. നിന്റെ വീട് നീ എത്രമാത്രം വൃത്തിയായി സൂക്ഷിക്കുമോ അതിനേക്കാൾ വൃത്തിയായിരിക്കണം നിന്റെ ദൈവാലയം, നിന്റെ ദൈവം വസിക്കുന്ന സ്ഥലം. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. നീ എപ്പോ പ്രാർത്ഥിച്ചാലും, നിനക്ക് എന്ത് അസ്വസ്ഥത ഉണ്ടായാലും, നിന്റെ വീട്ടിൽ നിന്ന് കർത്താവ് ഇറങ്ങിപ്പോയാലും, നീ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിനക്ക് ഉത്തരം കിട്ടിയിരിക്കും. ആ സ്ഥലത്തിന്റെ പേരാണ്
ദൈവാലയം അവിടെ ചുക്കില് പിടിച്ച് കളഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വീട്ടിൽ നിന്ന് ദൈവസാന്നിധ്യം വിട്ടുപോയി എന്നാണ് അതിന്റെ കാര്യം. അതിന്റെ പറമ്പിലും പരിസരത്തും ചുറ്റും ഈ പ്രേതാലയം പോലെ കരിയിലയും പിടിച്ച് പുല്ലും പിടിച്ച് കിടന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കയറി വരുമ്പോൾ നീ അത് കണ്ടാൽ നീ ഓർക്കണം, ദേ എൻ്റെ വീട്ടിൽ നിന്ന് കർത്താവ് ഇറങ്ങിപ്പോയിന്ന്. അങ്ങനത്തെ ചിന്തയുണ്ടെങ്കിൽ നിനക്കത് പറിച്ചു കളയാൻ തോന്നുള്ളൂ. ആ ചിന്തയോടുകൂടി വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ. എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലങ്ങളെ, വിശുദ്ധ വ്യക്തികളെ, വിശുദ്ധ വസ്തുക്കളെ അവഹേളിച്ചാൽ അതിന്റെ അർത്ഥം നിന്റെ കരത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം വിട്ടുപോയി എന്നാണ്. കർത്താവ് നിന്റെ അടുത്തു നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ദൈവശാപം വിളിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തി നമ്മുടെ വീട്ടിൽ കേൾക്കാൻ ഉണ്ടാവരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ പ്രപഞ്ചത്തിന് മാറ്റം വരുത്തും. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ പ്രപഞ്ചത്തിന് മാറ്റം വരുത്തും. എന്ന് പറഞ്ഞാൽ ചില വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴേ ഒരു ഇരുട്ടാണ്, എന്തോ ഒരു അസ്വസ്ഥത. നമുക്ക് കയറി ചെല്ലുമ്പോൾ മുതലേ അസ്വസ്ഥതയാണ്. കാരണം എന്താണെന്നറിയാമോ? ആ വീട്ടിൽ സ്ഥിരം പറയുന്നത് ഒന്നെങ്കിൽ തെറിയായിരിക്കും, അല്ലെങ്കിൽ ചീത്തവാക്കായിരിക്കും, അല്ലെങ്കിൽ വഴക്കായിരിക്കും. നമ്മൾ അവരോട് അങ്ങനെ ചോദിച്ചാൽ അവരെ കൃത്യമായിട്ട് പറയും, അങ്ങനെയാണ് ഇവിടെ. അല്ലെങ്കിൽ കുറ്റം പറച്ചിലാകും, അല്ലെങ്കിൽ പ്രാർത്ഥന ഉണ്ടാവില്ല. ഇതാണ് ആ വീട്ടിൽ